ഞാൻ മനോഹരമായൊരു കഥ പ്രേക്ഷകരോട് പറയാം. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മളൊക്കെ മീൻ ഇഷ്ടമുള്ള ആളുകളാണ്. പലതരത്തിലുള്ള മീനുകൾ നമ്മൾ കഴിക്കാറുണ്ട്. ഈ മീൻ കൃഷി ഇപ്പോൾ വലിയൊരു ജീവിതമാർഗമായി മാറിയ ഒരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലുണ്ട്. പലരും മീൻ കൃഷിയിലൂടെ വലിയ വരുമാനം സ്വന്തമാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു മീൻ വളർത്തലിൻ്റെ കഥയാണ് എനിക്ക് പറയാനുള്ളത്. ആ മീൻ ഇവിടെ നിന്ന് വന്നതല്ല, അങ്ങ് ആസാമിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. വടക്ക് കിഴക്കിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിയ ആസാം വാളയെക്കുറിച്ചാണ് ഇനി ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. ആസാമിൽ നിന്ന് കൊല്ലം പെരുനാട്ടിലേക്ക് എത്തിയ മത്സ്യവും അത് കുടുംബശ്രീ യൂണിറ്റിന് വരുമാനമാർഗമായി മാറിയ സംഭവ കഥയുമാണ് ഞാൻ പറയുന്നത്. ശുദ്ധജല മത്സ്യമായ ആസാം വാളയുടെ കൃഷിയാണ് കുടുംബശ്രീ നടത്തി വിജയിപ്പിച്ചത്. കുടുംബശ്രീയുടെ കയ്യൊപ്പ് പതിഞ്ഞ മത്സ്യകൃഷിയിൽ നൂറുമേനിയായിരുന്നു വിളവെടുപ്പ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗം കൂടിയായിരുന്നു ഇതുപോലെയുള്ള പദ്ധതി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൊല്ലം പെരുനാട് പഞ്ചായത്തിലെ ചെറുമൂട് കുടുംബശ്രീ പാരഡൈസ് യൂണിറ്റിലെ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കൂടി ഒരു അടയാളമാണ് ഇവരുടെ ഈ പടുതാക്കുളം എന്ന് പറയുന്നത്. ഇവിടെ ആസാം വാളയായിരുന്നു കൃഷി ചെയ്തത്. 8 മാസത്തിൽ കഴിഞ്ഞിട്ട് വിത്തിട്ട് 8 മാസം കഴിഞ്ഞപ്പോൾ വിളവെടുപ്പാണ് ഈ നടക്കുന്നത്. ഈ കണ്ടോ, ഇത് ഇവരുടെ ഒരു വലിയ വിജയമാണ്. നമ്മുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയാണ് ഇവർ. അന്നമൂട്ടുന്ന കർഷകരാണ് നമ്മുടെ അവരുടെ വിജയം കൂടിയാണ്. നമ്മളിപ്പോൾ നിലവിൽ കർഷക സമരമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി. അതേസമയം തന്നെ ഇന്ന് മനുഷ്യന് ജീവിക്കാൻ വേണ്ടുന്ന ഭക്ഷണം അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതിനുവേണ്ടിയുള്ള പരിശീലനമാണ് സംസ്ഥാന ഗവൺമെൻറ് ലോക്കൽ ബോഡീസ് വഴി നൽകുന്നത്. അങ്ങനെ പെരുന്നാട് പഞ്ചായത്ത് അവർക്ക് കൊടുത്ത ഒരു അവസരം, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം എല്ലാം കൂടി ആയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് എത്ര ദിവസത്തെയാണ് ഇതിൻ്റെ ഒരു കൃഷിയുടെ രീതിയൊക്കെ പറയാം? പക്ഷേ ഞങ്ങൾക്ക് ജനകേസൂത്രണ പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് NRGSൽ നിന്ന് നമുക്ക് 14 ദിവസത്തെ തൊഴിൽ ദിനങ്ങളുടെ കൂലി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അപേക്ഷ കൊടുത്ത ശേഷം 14 ദിവസത്തെ ഞങ്ങൾ ഇത്രയും പേര് ചേർന്ന് കുളം കുഴിക്കുകയും പിന്നെ ഇവിടുന്ന് 14 ദിവസത്തെ നമുക്ക് കൂലി കിട്ടും തൊഴിലുറപ്പിൻ്റെ. അതിന് ശേഷം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 8000 രൂപ എന്ന് പറഞ്ഞാൽ ഈ പടുതാക്കുളത്തിൻ്റെ ഷീറ്റെല്ലാം ഇടാൻ അതും തന്നു. പിന്നെ ഫിഷറീസിൻ്റെ മീൻ ഫ്രീ ആയിട്ടാണ് തന്നത്. 250 വിത്ത് ഫ്രീ ആയിട്ട് തരികയും പിന്നെ നമ്മളുടെ ഇന്ന് ചിലവായതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീറ്റി വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇവരെല്ലാവരും കറി വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ സാധാരണ മീൻ കണക്ക് കട്ടിയുള്ള മാംസമല്ല, നല്ല സോഫ്റ്റാണ്. ഇതിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പെരുന്നാട് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള മികച്ച ജൈവ കർഷക കൂടിയാണ് നമ്മുടെ ഈ ബീന കേട്ടോ. ഇനി ബീനയിൽ നിന്ന് നേരെ പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ, ആ ജനറേഷൻ എന്ന് പറയുന്നത് മകളാണ് അലോണ. ഈ അത് സ്കൂളിലെ കർഷകയാണ്, വിദ്യാർത്ഥികൾക്കിടയിൽ മികച്ച കർഷകയാണ്. അതെന്തായിരുന്നു മോളെ? എങ്ങനെയൊക്കെയാണ് ഈ കൃഷിയൊക്കെ ചെയ്തത്? സ്കൂളിൽ എന്തൊക്കെ ചെയ്തു അത് പറ. സ്കൂളിൽ എന്തൊക്കെ ചെയ്തു? മമ്മിയെ സഹായിക്കാറുണ്ട് കൃഷിയിലൊക്കെ. അങ്ങനെയൊക്കെ. കൃഷി ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതിലൊക്കെ മൊട്ട് വരുമ്പോ, പൂക്കൾ വിരിയുമ്പോ, അതിലെ കായ് വരുമ്പോഴൊക്കെ മോളുടെ ഫീലിങ്സ് എന്താ? സന്തോഷം. ഇനിയും ഇത് തുടരുമോ? കൃഷി ഒരു കർഷകയാകണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇവർക്കെല്ലാം സപ്പോർട്ട് കൊടുത്ത് നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ മുഖ്യമന്ത്രി പോലെയാണ്. പ്രദേശവാസികളുടെ ഒരു ശക്തി കൂടിയാണ്. മെമ്പറെ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ എത്രത്തോളം പാടുപെട്ടു? നമ്മൾ പറഞ്ഞാൽ അതേ കണക്കിന് ചെയ്യും അവർ. അപ്പം നമ്മുടെ കൃഷിഭവനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ് ഇത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെരുനാട് ഗ്രാമപഞ്ചായത്തിൽ കൃഷി ചെയ്യുന്ന ഒരു വാർഡ് 5ാം വാർഡാണ്. നേരത്തെ സൂചിപ്പിച്ചതാണ്. എല്ലാ വർഷവും ഞങ്ങൾക്ക് ഓരോ അവാർഡ് കിട്ടാറുണ്ട് ഈ വാർഡിലേക്ക്. അത് മാത്രമല്ല 5 JLG ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ആസാം വാളയെക്കുറിച്ച് കൂടി ഒന്ന് പറ. ആസാം വാള ഏറ്റവും രുചിയുള്ള ഏറ്റവും നല്ല വാളയാണ്. ഞങ്ങളെല്ലാം കഴിച്ചാണ് ഏറ്റവും രുചിയുള്ള. വറുത്ത് കഴിക്കാനും തുടക്കം വരെ നല്ല സൂപ്പർ മീനാണ്. കണ്ടാൽ തേട് പോലും, പക്ഷേ തേടിൻ്റെ രുചിയല്ല. തേടിൻ്റെ രുചി സാധാരണ ഒരു പ്രത്യേക ചവറ് പോലുള്ളതാണ്. പക്ഷേ ഇത് കറി വെച്ച് കൂട്ടിയാലും അതോടൊപ്പം തന്നെ വറുത്ത് നെമ്മീൻ പോലെ ഇരിക്കുമോ? നെമ്മീൻ പോലെ നെമ്മീൻ്റെ വില എന്താ പറയുക? വില കൂട്ടാനുള്ള അടവല്ലയോ ഇത്? അല്ലല്ല, കൊടുക്കുന്ന വില എന്ന് വെച്ചാൽ 250 രൂപയ്ക്ക് കൊടുക്കും. പക്ഷേ ഇത് വെളിയിലാണെങ്കിൽ കുറഞ്ഞത് വെളിയിൽ 300-350 രൂപയുണ്ട്.
250 രൂപ വെച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാലും പരമാവധി വില കുറച്ച് നാട്ടുകാർക്ക് കൊടുക്കണം. അങ്ങനെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 245 രൂപ വെച്ച് കൊടുക്കുന്നത്. ഞങ്ങൾ ദിവസവും 10 കിലോ വീതം പോകുന്നുണ്ട്. എന്തിനാണ് കരയുന്നേ? നിന്നെ ഞാൻ കറി വെച്ച് കഴിക്കാനുള്ളതല്ലേ ഇതിനകത്തിരിക്കും. വാഴയിലേക്കകത്ത് പൊള്ളിക്കും. ഞാൻ അവിടെ ഇരിക്കും. അവരുടെ ആ വിളവെടുപ്പ് ഉത്സവം തുടരുകയാണ് അവർ. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.